വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്. ഇന്ന് വോളിമെട്രിക് അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ എങ്ങനെയാണ് എഴുതുന്നത്, കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഏതൊക്കെ ടൈപ്പ് ടൈട്രേഷൻസ് ആണ് വോളിമെട്രിക് അനാലിസിസിൽ പോസിബിൾ ആയിട്ടുള്ളത്? ദ ഫസ്റ്റ് വൺ ഈസ് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്. ഏതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസസ്, വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ നമ്മൾ സ്ട്രോങ് ആസിഡ്. ഏതൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ആസിഡ്സ്? ദ വൺ ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് ഇക്വലന്റ് മാസ് 36.5, and the second one is nitric acid with equivalent mass 63, and the third one is sulfuric acid with equivalent mass 49. And which are the strong bases? ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ബേസസ്? Normally sodium hydroxide with equivalent mass 40 and potassium hydroxide with equivalent mass 56. Then നമ്മൾ ഉപയോഗിക്കുന്ന വീക്ക് ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് വിത്ത് ഇക്വലന്റ് മാസ് 63. And which are the weak bases commonly used? Yes, they are sodium carbonate with equivalent mass 53 and potassium carbonate with equivalent mass 69. ഇനി സാധാരണ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നോക്കാം. വോളിമെട്രിക് അനാലിസിസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് 3.6 gram per liter. വാല്യൂസ് മാസസ് നമുക്ക് വേണമെങ്കിൽ മാറി വരാം. എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തു തന്നെ ഉള്ളൂ 3.6 gram per liter. ഇതിന് സ്കോർ 15 മാർക്കാണ്. അതോടൊപ്പം സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് ബ്രീഫ്ലി റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഫോർ ദി എബോവ് എസ്റ്റിമേഷൻ വിതിൻ ഫസ്റ്റ് 5 minutes. ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ ഇതിന് വേണ്ട പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ നമ്മൾ എഴുതി നൽകണം. പ്രിൻസിപ്പിൾ നമ്മുടെ ക്വസ്റ്റിനോട് ശ്രദ്ധിക്കുക. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ എന്താണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. സോ യു റൈറ്റ് ലൈക്ക് ദിസ് ആസ് NaOH. ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ? ദാറ്റ് ഇസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ആണ്, ഹുസ് മാസ് ഇസ് നോൺ, ദാറ്റ് ഇസ് 3.6 gram per liter. സോ യു ടേക്ക് ദ ആസിഡ് ഫ്രം ദെയർ. സോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ഇസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ദാറ്റ് ഇസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ ഹിയർ ദ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്ന് ആസിഡും ഒന്ന് ബേസുമാണ്. രണ്ടും കൂടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? എസ് ദാറ്റ് ഇസ് sodium and chlorine join together forming sodium chloride. The hydrogen and OH join together forming H2O. സോ നമുക്കിവിടെ ന്യൂട്രലൈസേഷൻ ആണ് നടക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡും HCl കൂടി ചേരുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ രണ്ട് പ്രോഡക്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ എഴുതുന്നത്? പ്രൊസീജിയർ എഴുതുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഏതൊക്കെ തമ്മിലാണ് നമ്മുടെ ടൈട്രേഷൻസ്? ദാറ്റ് ഇസ് ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl. സോഡിയം ഹൈഡ്രോക്സൈഡും HClലുമാണ്. സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. സോ ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ മേക്കിംഗ് അപ്പ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മേക്കിംഗ് അപ്പ് ഓഫ് ദി സൊല്യൂഷൻ ആണ്. സോ ഏതാണ് മേക്കപ്പ് ചെയ്യേണ്ടത്, ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നത്, അതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്? ദാറ്റ് ഇസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോ മേക്കപ്പ് ദ ഗിവൺ NaOH സൊല്യൂഷൻ ഇൻറ്റു 100 ml. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുന്നത്? ബ്യൂററ്റിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഓൾവേസ് ആസിഡ് ആണ് ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുന്നത്. സോ ഏതാണ് ഇവിടെ തന്നിരിക്കുന്ന ആസിഡ്? ദാറ്റ് ഇസ് HCl ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആസിഡ്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഫിൽഡ് ഇൻ ദ ബ്യൂററ്റ് അപ് ടു 0 മാർക്ക്. അപ്പൊ നമ്മൾ 0 മാർക്ക് വരെ HCl ഫില്ല് ചെയ്തു. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ എന്താണ് പിപ്പറ്റ് ഔട്ട് ചെയ്യേണ്ടത്? ഏതാണ് പിപ്പറ്റ് ഔട്ട് ചെയ്യേണ്ടത്? ഓൾവേസ് ബേസ് ആണ് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. ഏതാണ് ഇവിടുത്തെ ബേസ്? ദാറ്റ് ഇസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോ നമ്മളിവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആ മേക്കപ്പ് ചെയ്തതിൽ നമ്മൾ 20 ml ആണ് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്. സോ 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് പിപ്പറ്റഡ് ഇൻ ടു ദ കോണിക്കൽ ഫ്ലാസ്ക്. ദെൻ നാലാമതായിട്ട് നമ്മൾ ഏത് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിക്കേറ്റർ ഏതാന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂൾ ഉണ്ട്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഏത് ഇൻഡിക്കേറ്റർ വേണേലും യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് 2 indicators. The one is phenolphthalein. Yes, you can use phenolphthalein or you can use methyl orange. Then what about strong acid against weak base?
വീക്ക് ബേസും സ്ട്രോങ് ആസിഡും ആണെങ്കിൽ നമുക്ക് ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യത്തുള്ളൂ? യു ക്യാൻ യൂസ് ഓൺലി മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ആണെങ്കിലോ, വീക്ക് ആസിഡ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ഓൺലി ഫിനോഫ്താലിൻ. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഏത് ഇൻഡിക്കേറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഫ് ഇറ്റ് ഇസ് എ വീക്ക് ബേസ് യു ക്യാൻ യൂസ് ഓൺലി മീഥൈൽ ഓറഞ്ച്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻ എ വീക്ക് ആസിഡ് യു ക്യാൻ യൂസ് ഓൺലി ഫിനോഫ്താലിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രൊസീജിയറിൽ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യും? ഇവിടെ നമ്മുടെ സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻസ് ആണ് ഞാൻ പറഞ്ഞു. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സ്ട്രോങ് ബേസ്. ആൻഡ് വാട്ട് അബൌട്ട് HCl? ഇറ്റ് ഇസ് എ സ്ട്രോങ് ആസിഡ്. ഇത് നമുക്ക് ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ പറ്റും? യു ക്യാൻ യൂസ് ബോത്ത് ദി ഇൻഡിക്കേറ്റേഴ്സ്, ദാറ്റ് ഇസ് ഫിനോഫ്തലിൻ ഓർ മീഥൈൽ ഓറഞ്ച്. ഫിനോഫ്തലിൻ ഓർ methyl orange. ഈ ലാസ്റ്റ്ലി നമ്മൾ എൻ പോയിന്റിൽ എന്താണ് കളർ ചേഞ്ച് എന്നുള്ളതാണ്. ഇഫ് യു ആർ യൂസിങ് ഫിനോഫ്താലിൻ, വാട്ട് ഇസ് ദി കളർ ചേഞ്ച് അറ്റ് ദി എൻ പോയിന്റ്? ഫിനോഫ്താലിൻ ആണെങ്കിൽ എന്താണ് കളർ ചേഞ്ച്? ദാറ്റ് ഈസ് ഫ്രം പിങ്ക് ടു കളർലെസ്. ഇഫ് ഇറ്റ് ഈസ് methyl orange, golden yellow to golden yellow to orange red. ഇത്രയാണ് നമുക്ക് പ്രൊസീജിയറിൽ വരേണ്ടത്. എന്തൊക്കെയാണ് പ്രൊസീജിയറിൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം. മേക്കിംഗ് അപ്പ്. എന്താണ് മേക്കപ്പ് ചെയ്യേണ്ടത്? ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. ദെൻ ബ്യൂററ്റിൽ ഓൾവേസ് നമ്മൾ ആസിഡ് ആണ് എടുക്കുന്നത്. ഏത് ആസിഡ് എന്നുള്ളത് നോക്കുക. ദാറ്റ് ഇസ് HCl is filled in the burette. ദെൻ പിപ്പറ്റിൽ നമ്മൾ എപ്പോഴും എന്താണ് ബേസ് ആണ് എടുക്കുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്ത ബേസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഏതാണ് ബേസ് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദാറ്റ് ഇസ് 20 ml NaOH is pipetted into the conical flask. 20 ml എന്നുള്ളത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് is pipetted into the conical flask എന്ന് എഴുതിയാലും മതി. ദെൻ ഇൻഡിക്കേറ്റർ കൊടുക്കുക ഫിനോഫ്തലിൻ ഓർ മീഥൈൽ ഓറഞ്ച്, ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ടാബുലർ കോളം ഫില്ല് ചെയ്യുന്നത്? ഇത് നമ്മൾ പ്രൊസീജിയർ എഴുതി നമ്മൾ ടീച്ചേഴ്സിന് കൊടുത്തതിന് ശേഷം നമ്മൾ ടാബുലർ കോളംസ് വരയ്ക്കണം. ടാബുലർ കോളത്തിന്റെ ഫോർമാറ്റ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ആണ്. എത്ര എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. 1, 2, 3 അങ്ങനെ നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം. ദെൻ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് വോളിയം ഓഫ്, ഏതാണ് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്, ഏതാണ് നമ്മുടെ ബേസ്, അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതായത് വോളിയം ഓഫ് ഏതാണ് ബേസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഏതാണ് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഏതാണ് നമ്മളിവിടെ പിപ്പറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്? യെസ്, നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് പിപ്പറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ കൊടുക്കാം. ഇതിന് അടുത്ത കോളം നമുക്ക് ബ്യൂറേറ്റ് റീഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ വോളിയം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുകയാണ് എപ്പോഴും നമ്മൾ എത്ര തന്നെയാണ് എടുക്കുന്നത്? 20 ml ആണ്. സോ യു ക്യാൻ ഫിൽ ദ 20 ml ഹിയർ. ഇൻ ബോത്ത് ദ കേസസ് 2 എക്സ്പെരിമെന്റ് ആണ്. 2 എക്സ്പെരിമെന്റിൽ നമുക്ക് കൊടുക്കാം. ദെൻ ബ്യൂറേറ്റ് റീഡിംഗ് നമ്മൾ എഴുതുന്നു. ബ്യൂറേറ്റ് റീഡിംഗിൽ നമുക്കറിയാം നമ്മൾ 0 വരെയാണ് ബ്യൂറേറ്റ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനീഷ്യൽ റീഡിംഗ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ഫൈനൽ റീഡിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ വോളിമെട്രിക് ടൈട്രേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്യൂററ്റിൽ എന്താണ് റീഡിംഗ് കിട്ടുന്നത്? ദാറ്റ് ഇസ് എ ഫൈനൽ വാല്യൂ. സപ്പോസ് ഇറ്റ് ഇസ് 19.2 ആണെന്ന് വിചാരിക്കും. നമ്മൾ 19.2 ഇവിടെ കൊടുത്തു. ഫോർ ദ സെക്കൻഡ് എക്സ്പെരിമെന്റ് ഓൾസോ ഇഫ് യു ഹാവ് ദ സെയിം വാല്യൂ ദാറ്റ് ഇസ് 19.2, നമ്മൾ വോളിയം ഓഫ് അടുത്ത കോളം എന്ന് പറയുന്നത് വോളിയം ഓഫ് ആസിഡ് ആണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഏതാണ് നമ്മൾ ആസിഡ് എടുത്തത്? ഇവിടെ നമ്മൾ ഏതാണ് ആസിഡ് എടുത്തിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതാണ് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്തത്. അതിന്റെ ഫൈനൽ വോളിയം ആണ് നമ്മൾ 19.2 എടുത്തത്. സോ ഹിയർ യു ക്യാൻ ആഡ് വോളിയം ഓഫ് HCl. സോ ഇവിടെ നമ്മൾ ഓൾവേസ് എന്താണ്? ആസിഡ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വോളിയം ഓഫ് എ എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്ത് കൊടുക്കുക? വോളിയം ഓഫ് HCl എന്ന് കൊടുത്താൽ മതിയാവും. ദെൻ നമ്മൾ ഈ വാല്യൂസ് ഇങ്ങോട്ടേക്ക് കോപ്പിയാണ് ചെയ്യുന്നത്. അതായത് HClന്റെ വാല്യൂസ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ദാറ്റ് ഇസ് 19.2 ആൻഡ് ഹിയർ ഓൾസോ 19.2. അത് ഫില്ല് ചെയ്യാം. ദെൻ എന്താണ് കൺകോർഡന്റ് വാല്യൂ? നമുക്ക് സക്സസീവ് എക്സ്പെരിമെന്റ്സിന് ഒരേ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ദ എക്സ്പെരിമെന്റ് ഇസ് കറക്റ്റ് ആൻഡ് വെരിഫൈഡ് ആൻഡ് ദ കൺകോർഡന്റ് വാല്യൂ ഇസ് 19.2 അഗെയിൻ. അതായത് അടുത്തടുത്ത എക്സ്പെരിമെന്റ്സിന് നമുക്ക് ഒരേ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പെരിമെന്റ് കറക്റ്റായി ആ വാല്യൂ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതേണ്ടത്. ദാറ്റ് ഇസ് എ കൺകോർഡന്റ് വാല്യൂ. ഇനി അതോടൊപ്പം ടാബുലർ കോളത്തിന്റെ മോളിൽ നമ്മൾ എന്തൊക്കെയാണ് തമ്മിൽ ടൈട്രേറ്റ് ചെയ്തത്, ഏതൊക്കെ തമ്മിലാണ് ടൈട്രേറ്റ് ചെയ്തത്, അത് നമ്മൾ ഈ ടാബുലർ കോളത്തിന്റെ മോളിൽ കൊടുക്കുക. ദാറ്റ് ഇസ് NaOH വേഴ്സസ്
ഏതാണ്? HCl ആണ്. അത് നമ്മൾ കൊടുത്തു. ഏത് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സപ്പോസ് നമ്മൾ ഫിനോഫ്തലിനാണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് ഫിനോഫ്താലിൻ എന്നുള്ള ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ ടാബുലർ കോളം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. കാൽക്കുലേഷൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? നമ്മൾ ഏതൊക്കെ തമ്മിലാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ബിറ്റ്വീൻ NaOH ആൻഡ് HCl ആണ്. സോ എന്താണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് വോളിയം ഓഫ് NaOH ഇൻറ്റു നോർമാലിറ്റി ഓഫ് NaOH is equivalent to volume of HCl into normality of HCl ആണ്. Or you can write this as V1 N1 is equivalent to V2 N2. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ അറിയാമെന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ? നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമുക്ക് വോളിയം ഓഫ് NaOH നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളവിടെ ഫില്ല് ചെയ്ത് വെച്ചാൽ നമ്മൾ ടാബ്ലർ കോളം ശ്രദ്ധിക്കുക. ടാബ്ലർ കോളത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നും കൂടി ഒന്ന് നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്? വോളിയം ഓഫ് NaOH നമുക്കറിയാം, വോളിയം ഓഫ് HCl അറിയാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ടാബ്ലർ കോളത്തിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? വോളിയം ഓഫ് NaOH നമുക്കറിയാം, വോളിയം ഓഫ് HCl നമുക്കറിയാം. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? ദാറ്റ് ഈസ് 3.6 gram per liter എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് അറിയാമെങ്കിൽ നമുക്ക് നോർമാലിറ്റി ഓഫ് HCl നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇതിൽ നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റും? നോർമാലിറ്റി ഓഫ് HCl കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഓൺലി അൺനോൺ ക്വാണ്ടിറ്റി ഈസ് നോർമാലിറ്റി ഓഫ് NaOH ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് therefore normality of NaOH is equivalent to, this is equivalent to S volume of HCl into normality of HCl all divided by volume of NaOH. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട കാൽക്കുലേഷൻസിലേക്ക് ഇനി നമുക്ക് പോകാം. അതായത് നമ്മൾ ആദ്യം നമുക്ക് അറിയാവുന്ന നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ്. മാസ് ഓഫ് HCl നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്രയാണ്? ദാറ്റ് ഇസ് ഈക്വലന്റ് ടു 3.6 gram per liter ആണ്. അതവിടെ എൻ്റർ ചെയ്യാം. ദെൻ ഈക്വലന്റ് മാസ് ഓഫ് HCl എത്രയായിരുന്നു? 36.5 ആണ്. ദെൻ നോർമാലിറ്റി ഓഫ് HCl കണ്ടുപിടിക്കാനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ് ബൈ ഇക്വലന്റ് മാസ് ആണ്. മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ആണ്. നമുക്ക് ആ സ്റ്റെപ്പ് ഇവിടെ ചെയ്യാം. മാസ് എത്രയാണ്? ദാറ്റ് ഇസ് ഈക്വലന്റ് ടു 3.6. equivalent mass is equivalent to 36.5. സോ ഇതൊക്കെ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് നോർമാലിറ്റി ഓഫ് HCl ആണ്. നോർമാലിറ്റി ഓഫ് HCl നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് N ഓഫ് HCl ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ദെൻ അടുത്തത് വോളിയം ഓഫ് HCl നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് വോളിയം ഓഫ് HCl? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് V ഓഫ് HCl. സോ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 19.2 ആണ്. എത്രയാണോ അത് ml എന്നും കൂടെ കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് വോളിയം ഓഫ് NaOH ഉണ്ട്. വോളിയം ഓഫ് NaOH നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ടാബ്ലർ കോളത്തിലുള്ളതാണ്. വോളിയം ഓഫ് NaOH എന്നുള്ളത് നമുക്ക് കൊടുക്കാം. V ഓഫ് NaOH. സോ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു എത്രയായിരുന്നു? 20 ml ആണ്. അത് നമുക്ക് ഇവിടേക്ക് എടുത്തെഴുതാം. അപ്പൊ ഇപ്പൊ തന്ന ക്വാണ്ടിറ്റീസ് എല്ലാമായി അതുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? വോളിയം ഓഫ് NaOH അറിയാം, വോളിയം ഓഫ് HCl അറിയാം, ദെൻ നോർമാലിറ്റി ഓഫ് HCl നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷൻസിലേക്ക് പോവുകയാണ്. നോർമാലിറ്റി ഓഫ് NaOH ദാറ്റ് ഈസ് ഈക്വലന്റ് ടു how will you write this as N of NaOH. So that is equivalent to volume of HCl into normality of HCl divided by volume of NaOH. So you can substitute that here. Volume of HCl നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. that is equivalent to 19.2. Normality of HCl നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ്? that is 3.6 divided by 36.5. then volume of NaOH that is equivalent to 20. ഈ കാൽക്കുലേഷൻസ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. സപ്പോസ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എക്സ്. ഏതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ദെൻ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. നോർമാലിറ്റി അറിയാമെങ്കിൽ നമുക്ക് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് മാസ് പെർ ലിറ്റർ ഓഫ്
sodium hydroxide. So that is equivalent to mass per liter of sodium hydroxide. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? That is normality of NaOH നമ്മൾ മോളിൽ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് into equivalent mass of NaOH. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. So that is equivalent to normality of NaOH എന്ന് പറയുന്നത് suppose it is X, then equivalent mass of NaOH that is equivalent to 40. മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത് മാസ് ഓഫ് ദി സോഡിയം ഹൈഡ്രോക്സൈഡ്, മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ 100 ml ആയിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ മാസ് പെർ ലിറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് 1000 ആണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് മാസ് പെർ ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഔട്ട് ഓഫ് 1000 മാസ് പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 1000 ml ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വലന്റ് ടു എക്സ് ഇൻറ്റു 40 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1 ml എത്രയായിരിക്കും? ഇഫ് ഇറ്റ് ഈസ് ഇൻ 1000 ml നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ആണ്, എക്സ് ഇൻറ്റു 40 ആണ്. So what about 1 ml? Out of 1 ml, so that is equivalent to x into 40 divided by 1000 ml എന്ന് പറയും. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ, നമ്മൾ മേക്കപ്പ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ 100 ml ആണ്. 100 ml വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് equivalent to x into 40 divided by 1000 into 100. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ 100/1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടുത്തെ 2 പോകും, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദാറ്റ് വിൽ ബി ഈക്വലന്റ് ടു എക്സ് ഇൻറ്റു 40/10 ആണ്. സോ ഹിയർ യു ക്യാൻ ആഡ് ദ സ്റ്റെപ്പ് ലൈക്ക് ദിസ്. സോ മാസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ നമുക്ക് എന്ത് കൊടുത്താൽ മതി? എക്സ് ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ ഇവിടെ കിട്ടും. എത്രയാണോ കിട്ടുന്നത് ദാറ്റ് മച്ച് ഗ്രാംസ് എന്ന് കൊടുക്കുക. ദെൻ മാസ് പെർ ലിറ്റർ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ദാറ്റ് മച്ച് ഗ്രാംസ് പെർ ലിറ്റർ എന്നിവിടെ കൊടുക്കണം. ഇവിടെ വരുമ്പോൾ ഗ്രാംസ് എന്ന് കൊടുക്കുക. നോർമാലിറ്റീസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ വാല്യൂസ് എത്രയാണോ കിട്ടുന്നത് അത് ദാറ്റ് മച്ച് നോർമൽ എന്ന് അവിടെ നമ്മൾ കൊടുക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെപ്സ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്താണ് കണ്ടുപിടിക്കുന്നത്? മാസിന്റെ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ടിലേക്ക് പോകും. എന്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഏതാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്? നോർമാലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മളിവിടെ കൊടുക്കുക. ദാറ്റ് മച്ച് n എന്ന് കൊടുക്കുക, ദാറ്റ് ഇസ് എ യൂണിറ്റ്. ദെൻ മാസ് പെർ ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ്, മാസ് പെർ ലിറ്റർ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് മച്ച് ഗ്രാംസ് പെർ ലിറ്റർ എന്നുള്ള യൂണിറ്റ് ഇവിടെ ആഡ് ചെയ്യാം. ദെൻ മാസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ വരുമ്പോൾ യു ക്യാൻ ആഡ് ദ യൂണിറ്റ് ആസ് ഗ്രാംസ് ഓൺലി. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റേജസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടെ നോക്കാം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് KOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് 3.62 gram per liter. നേരത്തെ നമ്മൾ ചെയ്തത് NaOH ആയിരുന്നു, ഹിയർ ഇറ്റ് ഈസ് KOH. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ദെൻ ബ്രീഫ്ലി റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ വിത്തിൻ ഫസ്റ്റ് 5 minutes. എങ്ങനെയാണ് പ്രിൻസിപ്പിൾ എഴുതുന്നത് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ബേസും ആസിഡും. ഒന്നാമത്തെ നമ്മുടെ ബേസ് ആണ്, KOH ആണ്. രണ്ടാമത് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്. സോ അത് രണ്ടും കൂടെ നമ്മൾ താഴേക്ക് എടുത്തെഴുതാം. ദാറ്റ് ഈസ് KOH ആൻഡ് HCl. ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ്. റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ക്ലോറിൻ വിത്ത് ഓക്സിഡേഷൻ നമ്പർ 1 ആണ്. സോ പൊട്ടാഷ്യം ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. സോ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് ന്യൂട്രലൈസേഷൻ ആണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ദ K and Cl join together forming KCl and the remaining H+ and OH- that join together forming H2O. സോ സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് എന്താണ് H2 ആണ് ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് കണ്ടില്ലേ, നേരത്തെ നമുക്ക് NaCl ആയിരുന്നു, ഹിയർ ഇറ്റ് ഈസ് KCl. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. Then how to write the procedure? ഏതൊക്കെ തമ്മിലാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്? റിമെമ്പർ ദാറ്റ് ഈസ് KOH വേഴ്സസ് HCl ആണ്. സോ ഏതാണ് നമ്മൾ മേക്കിംഗ് അപ്പ് ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് KOH, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മേക്കിംഗ് അപ്പ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഹിയർ?
മേക്ക് അപ്പ് ദ ഗിവൺ KOH into 100 ml. നമുക്ക് ചെറിയ ബോട്ടിൽ തന്നിരിക്കുന്ന KOH ആയിരിക്കും. സോ മേക്ക് അപ്പ് ദാറ്റ് into 100 ml. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ്. ബ്യൂററ്റിൽ ഓൾവേസ് നമ്മൾ ആസിഡ് ആണ് എടുക്കുന്നത്. ഏതാണ് ആസിഡ്? HCl ആണ് ഇവിടുത്തെ ആസിഡ്. നേരത്തെ പോലെ തന്നെയാണ് അഗെയിൻ HCl ആണ് ആസിഡ്. സോ അത് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുക. ദെൻ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്ന എന്താണ്? ബേസ് ആണ്. ഓൾവേസ് ബേസ് ആണ്. നമ്മുടെ ഏതാണ് ബേസ് ഇവിടെ? നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് KOH ആണ്. അതിൽ നിന്ന് 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യാം. ദെൻ ഇൻഡിക്കേറ്റർ ഏതാണ്? ഇൻഡിക്കേറ്റർ നമ്മളിത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ ആണ്. ദിസ് ഇസ് സ്ട്രോങ് ബേസ് ആൻഡ് ദിസ് ഇസ് സ്ട്രോങ് ആസിഡ്. അങ്ങനെയാകുമ്പോൾ വീണ്ടും നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഒന്നുകിൽ ഫിനോഫ്തലിൻ ഓർ യു കെൻ യൂസ് മീഥൈൽ ഓറഞ്ച്. എൻഡ് പോയിന്റ് എന്താണ്? പിങ്ക് ടു കളർലെസ് ഓർ ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. മേക്കിംഗ് അപ്പ് ബ്യൂറേറ്റ് എന്താണ് എടുക്കേണ്ടത്? പിപ്പറ്റ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇൻഡിക്കേറ്റർ എന്താണ്? എൻഡ് പോയിന്റ് എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇതിനെങ്ങനെയാണ് ടാബ്ലർ കോളം നമ്മൾ ഫില്ല് ചെയ്യുന്നത്? ടാബ്ലർ കോളം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നേരത്തെ നമ്മുടെ ആൻസർ 19.2 ആയിരുന്നു. ഇപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 19 ആണെന്ന് വിചാരിക്കാം നമ്മുടെ ആൻസർ. അതായത് നമ്മൾ വോളിയം ഓഫ് ദി ആസിഡ് നമുക്ക് 19 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ സീരിയൽ നമ്പർ അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ വോളിയം ഓഫ് ദി ബേസ് ആണ്. ഏതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബേസ്? KOH ആണ്. അത് നമ്മളിവിടെ ആഡ് ചെയ്തു. ദെൻ ബ്യൂററ്റിൽ നമ്മൾ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ റീഡിംഗ് ഇനിഷ്യൽ എപ്പോഴും 0 തന്നെ ആയിരിക്കും. ഫൈനൽ റീഡിംഗ് സപ്പോസ് 19 ആണെന്ന് വിചാരിക്കും. നമ്മൾ 19 കൊടുത്തു. നേരത്തെ നമ്മൾ 19.2 ആയിരുന്നു. വീണ്ടും സെക്കൻഡ് എക്സ്പെരിമെന്റ് ഓൾസോ നമുക്ക് 19 ആണെന്ന് വിചാരിക്കും. 19 നമ്മൾ അവിടെ കൊടുത്തു. ദെൻ ഇവിടെ നമ്മൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ഈ കോളത്തിൽ വോളിയം ഓഫ് ദി ആസിഡ് ആണ്. ഏതാണ്? അഗൈൻ HCl ആണ്. അത് നമ്മളോട് ഫില്ല് ചെയ്തു. ദെൻ നമ്മൾ രണ്ട് തമ്മിലെ ഡിഫറൻസ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ തമ്മിലെ ഡിഫറൻസ് എടുത്ത് എഴുതുക. 0-19 തമ്മിലെ ഡിഫറൻസ് 19 തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതു. ഇഫ് ഇറ്റ് ഈസ് കൺകോർഡന്റ് സക്സസീവ് എക്സ്പെരിമെന്റ്സിന് ഒരേ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺകോർഡന്റ് ആയി. ആ വാല്യൂ നമ്മൾ ഫൈനൽ കോളത്തിലേക്ക് എടുത്തെഴുതി 19. ഇനി ടാബ്ലർ കോളത്തിന് മുകളിൽ എന്താണ് കൊടുക്കേണ്ടത്? നമ്മളോട് ശ്രദ്ധിക്കുക. എന്താണ് ടാബ്ലർ കോളത്തിന് മുകളിൽ കൊടുക്കേണ്ടത്? ഏതൊക്കെ തമ്മിൽ ടൈട്രേറ്റ് ചെയ്തു? നേരത്തെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl ആണ്. നൗ ഇറ്റ് ഈസ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl. ഫിനോഫ്തലിനാണ് ഇൻഡിക്കേറ്റർ എങ്കിൽ ഫിനോഫ്തലിൻ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഈ കാൽക്കുലേഷൻസിലേക്ക് പോകുമ്പോൾ നേരത്തെ അതേ റൂള് KOH ആൻഡ് HCl ആണ്. എന്താണ് നമ്മുടെ റൂൾ? എന്താണ്? വോളിയം ഓഫ് KOH ഇൻറ്റു നോർമാലിറ്റി ഓഫ് KOH ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് HCl ഇൻറ്റു നോർമാലിറ്റി ഓഫ് HCl. അതാണ് നമ്മുടെ റൂള്. ഇനി ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ഇതിനകത്ത് അറിയാവുന്നത്? നമ്മൾ നേരത്തെ നോക്കിയതാണ്. വോളിയം ഓഫ് KOH നമുക്ക് അറിയാം 20 ml ആണ്. നമുക്ക് അറിയാം. വോളിയം ഓഫ് HCl നമുക്ക് 19 ml ആണ്. നോർമാലിറ്റി ഓഫ് HCl നമുക്ക് HClന്റെ മാസ് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 3.62 gram per liter ആണ്. നേരത്തെ ചെറിയൊരു മാറ്റമുണ്ട്. ഏത് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിക്കും. ഇപ്പൊ 3 ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. ഏതാണ് അൺനോൺ ആയിട്ടുള്ളത്? ദിസ് ഈസ് ദ അൺനോൺ ക്വാണ്ടിറ്റി. അപ്പൊ ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? അതിന്റെ നോർമാലിറ്റിയാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. സോ നോർമാലിറ്റി ഓഫ് KOH ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് HCl ഇൻറ്റു നോർമാലിറ്റി ഓഫ് HCl ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് KOH. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പൊ ഈ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാനുണ്ട്? നോർമാലിറ്റി ഓഫ് HCl നമുക്ക് കണ്ടുപിടിക്കണം. അതിനുള്ള സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് സ്റ്റേജ് ഇത് ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഇതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? മാസ് ഓഫ് HCl തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.62 gram per liter ആണ്. ദെൻ ഈക്വലന്റ് മാസ് ഓഫ് HCl നേരത്തെ പോലെ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 36.5 ആണ്. ദെൻ നോർമാലിറ്റി ഓഫ് HCl നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നോർമാലിറ്റി ഓഫ് HCl ദാറ്റ് ഈസ് ഈക്വൽ ടു NHCl ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ ഈക്വലന്റ് മാസ്. നമ്മുടെ ഇക്വേഷൻ സെയിം ആണ്. മാസ് ബൈ ഈക്വലന്റ് മാസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എത്രയാണോ നമുക്ക് തന്ന ആ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. 3.62 ഡിവൈഡ് ബൈ 36.5 നമ്മൾ കൊടുത്തു. പിന്നെ അടുത്ത സ്റ്റേജ് നമുക്ക് അറിയാവുന്ന ഡേറ്റാസ് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്തത്. ഇനി രണ്ടാമത് എന്താണ്? വോളിയം ഓഫ് KOH നമുക്ക് അറിയണം. വോളിയം ഓഫ് KOH എത്രയാണ് നമ്മുടെ വോളിയം ഓഫ് KOH എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് VKOH ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ml ആണ്. ദെൻ വോളിയം ഓഫ് ആസിഡ് HCl നമുക്കറിയാം. V ഓഫ് HCl ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 19 ml ആണ്. നമുക്ക് എത്രയാണ് കിട്ടുന്ന ആ വാല്യൂ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതാം. ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി അറിയത്തില്ലാത്തതേ ഉള്ളൂ. നോർമാലിറ്റി ഓഫ് KOH ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? അതിന്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ ഇക്വേഷൻ.
normality of KOH is equivalent to volume of HCl into normality of HCl divided by volume of KOH. നമുക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതുകൊണ്ട് ഒന്നും കൂടെ വേണമെങ്കിൽ എടുത്തെഴുതാം. Normality of KOH is equivalent to volume of HCl into normality of HCl whole divided by volume of KOH. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് വാല്യൂസ്? വോളിയം ഓഫ് HCl നമുക്കറിയാം എത്രയാണ്, 19 ആണ്. ഇൻറ്റു നോർമാലിറ്റി ഓഫ് HCl നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.62 ഡിവൈഡ് ബൈ 36.5, ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? വോളിയം ഓഫ് KOH ദാറ്റ് ഈസ് 20 ml ആണ്, അതോടെ നമ്മൾ ആഡ് ചെയ്തു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. സപ്പോസ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ്, അതിൻ്റെ യൂണിറ്റ് കൊടുക്കണം. നോർമാലിറ്റി എന്നാണ് അതിൻ്റെ, നോർമൽ എന്നുള്ളതിൻ്റെ n എന്ന് കൊടുക്കുക. വാല്യൂ നമുക്ക് എക്സ് ആണ്. ദെൻ മാസ് ഓഫ്, അടുത്ത സ്റ്റേജിൽ നമുക്ക് മാസ് ഓഫ് KOH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഓഫ് KOH പെർ ലിറ്റർ, മാസ് പെർ ലിറ്റർ ഓഫ് KOH എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. മാസ് പെർ ലിറ്റർ ഓഫ് KOH നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു equivalent mass of KOH ആണ്. that is equivalent to x into equivalent mass of KOH is equivalent to 56. അത് നമ്മൾ അവിടെ കൊടുത്തു. then ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക? therefore mass of KOH in the whole of the given solution. എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ നേരത്തെ ചെയ്ത് പറഞ്ഞതാണ്. എങ്ങനെയാണ് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x into 56 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് 100 ml ആണ് നമുക്ക് സൊല്യൂഷൻ നമ്മൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. 100 ml എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ ആദ്യം ചെയ്തത് ഔട്ട് ഓഫ് 1000 ml ആണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 100 ഡിവൈഡ് ബൈ 1000 ചെയ്യുക. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ 10 ആയി മാറും. സോ എക്സ് ഇൻറ്റു 56 ഡിവൈഡ് ബൈ 10, ദാറ്റ് മച്ച് മാസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൻ സൊല്യൂഷൻ. നമുക്ക് റിസൾട്ട് വീണ്ടും ഒന്നും കൂടി എടുത്തെഴുതാം. എങ്ങനെയാണ് റിസൾട്ട് എഴുതുന്നത്? മാസ് നോർമാലിറ്റി ഓഫ് KOH ഫസ്റ്റ് കൊടുക്കുക, ദെൻ മാസ് പെർ ലിറ്റർ ഓഫ് KOH കൊടുക്കുക, ദെൻ മാസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൻ സൊല്യൂഷൻ ഓഫ് KOH. ഇത്രയും കൊടുത്താൽ നമ്മുടെ റിസൾട്ടായി. ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും വേണ്ടില്ല, നമുക്കത് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ നമ്മൾ പോസിബിൾ കോമ്പിനേഷൻസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പോസിബിൾ കോമ്പിനേഷൻസ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 4 പോസിബിൾ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. എങ്ങനെയാണ് പ്രിൻസിപ്പിൾ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. NaOH and HCl നമ്മൾ ഇത് ഓൾറെഡി ചെയ്തതാണ്, എഴുതേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ നമുക്ക് നോക്കാം. NaOH and HNO3 ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ടും കൂടെ നമ്മൾ ചേരുന്ന സമയത്ത് നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? NO3 എന്ന് പറയുമ്പോൾ -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. സോ രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് ഈസ് NaNO3. Sodium and nitrate join together forming NaNO3. H and OH join together forming H2O. So this is the principle. If it is between NaOH and H2SO4, H2SO4 വരുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 2- ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- ആണ്. ബട്ട് അബൌട്ട് സോഡിയം ദാറ്റ് ഇസ് +1 ആണ്. സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സൾഫേറ്റ് അയോണുമായിട്ട് ജോയിൻ ചെയ്യാൻ we require 2 NaOH. So you have to multiply this with 2. So what about the product? നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. 2 sodiums join together with the sulfate ion, so that forms Na2SO4. And the remaining 2 hydrogenസും 2 OHസും ഉണ്ട്. So you will get 2H2 as the byproduct. Okay. So this is the combination. And what about NaOH and H2C2O4? Oxalic acid ആണ് കാണിച്ചിരിക്കുന്നത്, ഹൈഡ്രേറ്റഡ് ഫോം ആണ്. സോ ഇവിടെ നമുക്ക് ചാർജ് എന്ന് പറയുന്നത് 2- ആണ്. So in order to react with the oxalate ion, it requires 2 sodium hydroxide molecules. So what about the product? Again, C2O4 2- join with 2 Na, so that forms Na2C2O4. ഇവിടെ ഓൾറെഡി ഹൈഡ്രേറ്റ് ഫോമിൽ 2 H2 ഉണ്ട്. ഇവിടുന്ന് റിലീസ് ആവുന്ന 2 മോളിക്യൂൾ ഉണ്ട്. രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 4H2 as the bright product. So that is the reaction. ഇനി നമ്മൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എന്തൊക്കെ പോസിബിൾ കോമ്പിനേഷൻസ് നോക്കാം. ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തതാണ്. ഏതാണത്? KOH and HCl നമ്മൾ ഓൾറെഡി ചെയ്തതാണ്.
ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് KOH ആൻഡ് HNO3 ആണ്. എന്താണ് പ്രോഡക്റ്റ് പറഞ്ഞേ? നൈട്രേറ്റ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ ഡയറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാം. KNO3 ആണ് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. പ്ലസ് H and OH join together forming H2. And what about H2SO4? മോളി ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് കോമ്പിനേഷൻസ് വരുന്ന. H2SO4 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Yes, you have to take 2 molecules of KOH. നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? Yes, that is K2SO4 എന്ന് വരും. You will get 2 H2O molecules. Equations almost similar ആണ്. മോളത്തെ equations കൂടെ കമ്പയർ ചെയ്യാം. Here also H2C2O4 ആണ്. So you have to take 2 KOH there. എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? Yes, that is K2C2O4 with 4 H2O. അപ്പൊ ഇത്രയും പോസിബിൾ കോമ്പിനേഷൻസ് വന്നാൽ ഏതിന്റെ ആണെങ്കിലും നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. Then try the different possible combinations with weak bases. നമ്മൾ വീക്ക് ബേസസ് ആയിട്ട് 2 എണ്ണമാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഏതൊക്കെ കോമ്പിനേഷൻസ് ആണെന്നുള്ളതൊന്ന് നോക്കാം. പോസിബിൾ കോമ്പിനേഷൻസ് നോക്കാം. ഇഫ് ഇറ്റ് ഇസ് സോഡിയം കാർബണേറ്റ് ആൻഡ് HCl. കാർബണേറ്റിന് നമുക്കറിയാം 2- ആണ് അതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ക്ലോറിൻ വിത്ത് ഹൈഡ്രജൻ വിത്ത് ക്ലോറിൻ -1 ആണ്. സോഡിയം +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ എന്താണ് പോസിബിൾ കോമ്പിനേഷൻ നോക്കാം. സോ സോഡിയവും ക്ലോറിനും ആണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള സോഡിയവും ക്ലോറിനും ആണ് ജോയിൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് 2 സോഡിയവും ഇവിടെ ഒരു ക്ലോറിനും ആണുള്ളത്. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 2. സോ ദിസ് വിൽ ബി 2 HCl. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. സോഡിയം ആൻഡ് ക്ലോറിൻ ജോയിൻ ടുഗദർ ഫോമിങ് സോഡിയം ക്ലോറൈഡ്. ഹൗ മെനി? S2 സോഡിയം ക്ലോറൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ബൈ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് H2O ആൻഡ് വാട്ടർ ആണ്. H2 ആൻഡ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് 2 ബൈ പ്രോഡക്ട്സും കൂടെയാണ് ഇവിടെ കിട്ടുന്നത്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അടുത്ത പോസിബിൾ കോമ്പിനേഷൻ നോക്കാം. Na2CO3 ആൻഡ് HNO3 ആണ് ഇവിടെ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ഓൾസോ NO3 -1 സോഡിയം +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. സോ നമുക്കുള്ള പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സോഡിയം ആൻഡ് Na2CO3 ആണ്. സോ നമുക്കിവിടെ 2 നൈട്രിക് ആസിഡ് മോളിക്യൂൾസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഫോംസ് NaNO3 and you have to take 2 here. Na2CO3 ആണ്, 2 സോഡിയം അയോൺസ് ഉണ്ട്. സോ 2 NaNO3 എവിടെയാണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ദ ബൈ പ്രോഡക്ട്സ് H2O ആൻഡ് CO2 സെയിം ബൈ പ്രോഡക്ട്സ് ആണ് അവിടെ കിട്ടുന്നത്. ആൻഡ് കൺസിഡർ ദ ലാസ്റ്റ് കോമ്പിനേഷൻ Na2CO3 ആൻഡ് H2SO4 എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് നോക്കാം. H2SO4 വരുമ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 2- ആണ്. Na2SO4 2 സോഡിയം അയോൺസ് അവിടെ ജോയിൻ ചെയ്യും. ആൻഡ് ബൈ പ്രോഡക്ട്സ് ആർ അഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഈ പൊട്ടാഷ്യം കാർബണേറ്റും HCl ആണെങ്കിൽ എന്താണ് കോമ്പിനേഷൻ എന്നുള്ളത് നോക്കാം. പൊട്ടാഷ്യം കാർബണേറ്റ് വരുമ്പോൾ മോളത്തെ പോലെ തന്നെയാണ് നമ്മുടെ പ്രോഡക്ട്സ് വരുന്ന സമയത്ത് നമ്മുടെ കാർബണേറ്റിന്റെ ചാർജ് 2- ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ശ്രദ്ധിക്കുക. യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 2. So you will get the answer like this as 2 KCl plus H2O plus CO2 here, and here you can multiply this with 2, so that will be equivalent to 2 KNO3 plus H2O and CO2, and here it is K2CO3 plus H2SO4. This become K2SO4 plus H2O plus CO2. ഇത്രയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ഇതിനകത്ത് ഏറ്റവും നമുക്ക് സാധ്യതയുള്ള കോമ്പിനേഷൻസ് ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് പറയാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ദെൻ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഓർ യു കെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HNO3 കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓർ നമുക്ക് വീക്ക് ബേസിസിൽ വരുന്ന സോഡിയം കാർബണേറ്റ് ആൻഡ് HCl ഇതൊരു പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഓർ പൊട്ടാഷ്യം കാർബണേറ്റ് ആൻഡ് HCl. അപ്പം ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാം.
ഇനി നമുക്ക് ഒരു ആസിഡാണ് എസ്റ്റിമേഷൻ തരുന്നതെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. Estimate the mass of hydrochloric acid in the whole of the given solution. You are provided with a standard solution of sodium carbonate containing 5.2 gram per liter. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ആസിഡാണ് നമുക്ക് എസ്റ്റിമേഷൻ തന്നിരിക്കുന്നത്. ഏത് ആസിഡാണ്? HCl ആണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റിയേജന്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ദാറ്റ് ഇസ് സോഡിയം കാർബണേറ്റ്. ഇത് നമ്മൾ രണ്ടും കൂടി ഇങ്ങോട്ട് എടുക്കുക. പ്രിൻസിപ്പിൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് HCl ആൻഡ് Na2CO3 നമുക്ക് തന്നിരിക്കുന്ന ഒരു ആസിഡും ഒരു ബേസുമാണ്. സോ HCl ആൻഡ് Na2CO3 ആണ്, സോഡിയം കാർബണേറ്റ് ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ് സോഡിയം. സോ യു ഹാവ് ടു ടേക്ക് 2 HCl ഹിയർ. സോ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ്? ദാറ്റ് ഇസ് 2 sodium chloride and H2O and CO2. കാർബണേറ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് രണ്ട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും, ദാറ്റ് ഇസ് H2O ആൻഡ് CO2. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. ഇനി എന്താണ് നമ്മുടെ പ്രൊസീജിയർ എഴുതുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ടൈട്രേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് HCl ആൻഡ് സോഡിയം കാർബണേറ്റ് ആണ്. ഏതാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് HCl. എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഏതാണോ അതാണ് നമുക്ക് ചെറിയ ബോട്ടിലിൽ തരിക. സോ യു ഹാവ് ടു മേക്കപ്പ് ദാറ്റ് ഇൻടു 100 ml. അപ്പൊ ഏതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്? HCl ആണ് നമുക്ക് ചെറിയ ബോട്ടിൽ തരുന്നത്. ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അതാണ് നമുക്ക് ചെറിയ ബോട്ടിൽ തന്നിട്ടുണ്ടാവുക. സോ ദാറ്റ് യു ഹാവ് ടു മേഡ് അപ്പ് ടു 100 ml. So make up the given HCl into 100 ml. Then butyl എന്താണ് എപ്പോഴും എടുക്കുന്നത്? എപ്പോഴും ആസിഡാണ് butyl എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സെയിം HCl, അതായത് നമ്മൾ മേക്കപ്പ് ചെയ്ത സെയിം HCl ആണ് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യേണ്ടത്. ദെൻ പിപ്പറ്റ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എന്താണ് ബേസ് ആണ് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് is pipetted into the conical flask. Then ഏതാണ് ഇൻഡിക്കേറ്റർ? This is a weak base. സോഡിയം കാർബണേറ്റ് ഒരു വീക്ക് ബേസ് ആണ്. So you can use only methyl orange. You can use only methyl orange. And what is the color change at the end point? That is from golden yellow to orange red. Golden yellow to orange red. So how will you carry out the calculations? Before that we can fill the tabular column. Tabular column എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? വോളിയം ഓഫ് ദി ബേസ് ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. സീരിയൽ നമ്പർ ഒക്കെ ഇട്ടു. ഏതാണ് ബേസ് നമ്മുടെ ഇവിടുത്തെ? That is sodium carbonate ആണ്. So you can fill that here. That is Na2CO3 in the second column. Then burette reading നമ്മൾ എപ്പോഴും ഇനീഷ്യൽ റീഡിംഗ് 0 ആണ്. ഫൈനൽ റീഡിംഗ് സപ്പോസ് നമ്മുടെ വാല്യൂ 19.5 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആസിഡ് ബ്യൂററ്റിൽ നമ്മുടെ ഫൈനൽ റീഡിംഗ് 19.5 ആണെന്ന് വിചാരിക്കുക. ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് you can add the values like this. Then 0ലും 19.5 തമ്മിൽ ഡിഫറൻസ് ആണ്. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ അടുത്ത കോളത്തിൽ കൊടുക്കേണ്ടത്. അത് എന്ത് തന്നെയാണ്? ആസിഡിന്റെ വാല്യൂ ആണ്. ആസിഡ് എത്ര യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഏത് ആസിഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? HCl ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ഫില്ല് ചെയ്യാം. അഗെയിൻ ആ ഡിഫറൻസ് നമ്മളിവിടെ കൊടുക്കുക. ദാറ്റ് ഇസ് 19.5. ഹിയർ ഓൾസോ 19.5. സെയിം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഇസ് എ കൺകോർഡന്റ് വാല്യൂ 19.5 കൊടുത്തു. ടാബുലർ കോളത്തിന്റെ മുകളിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഏതൊക്കെ തമ്മിലാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ബിറ്റ്വീൻ HCl ആൻഡ് Na2CO3 നമ്മളത് ഇവിടെ ആഡ് ചെയ്തു. ഏത് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തത്? ദാറ്റ് ഇസ് മീഥൈൽ ഓറഞ്ച് ആണ്. സോ യു കൻ ആഡ് ദ മീഥൈൽ ഓറഞ്ച് ഇൻ ബ്രാക്കറ്റ്. സോ ടാബുലർ കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനടുത്ത് നമ്മൾ കാൽക്കുലേഷൻസിലേക്കാണ് പോകുന്നത്. ഏതൊക്കെ തമ്മിലാണ് ടൈട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഇസ് ബിറ്റ്വീൻ HCl ആൻഡ് Na2CO3. ഏതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? HCl ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വാട്ട് ഇസ് ദ ഇക്വേഷൻ? ദാറ്റ് ഇസ് വോളിയം ഓഫ് HCl into normality of HCl, that is equivalent to volume of Na2CO3 into normality of Na2CO3. ഇവിടെ നമുക്ക് ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് HCl ആണ്. സോ വാട്ട് ഇസ് ദ പ്രിൻസിപ്പൽ? വോളിയം ഓഫ് HCl into normality of HCl is equivalent to volume of Na2CO3 into normality of Na2CO3. ഇതാണ് നമ്മുടെ റൂള്. ഏതാണ് നമുക്ക് ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി? ഏതൊക്കെ ക്വാണ്ടിറ്റീസ് നമുക്ക് അറിയാം? വോളിയം ഓഫ് HCl നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ദെൻ നോർമാലിറ്റി ഓഫ് HCl ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? അതിന്റെ നോർമാലിറ്റി നമുക്ക് അറിയത്തില്ല. ദിസ് ഇസ് ദ അൺനോൺ ക്വാണ്ടിറ്റി. ദെൻ വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ് നമുക്ക് അറിയാം. ദാറ്റ് ഇസ് 20 ml ആണ്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 20 ml ആണ്.
ദെൻ നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 5.2 gram per liter ആണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. സോ ദ ഓൺലി വൺ അൺനോൺ ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് ഇസ് നോർമാലിറ്റി ഓഫ് HCl. സോ നോർമാലിറ്റി ഓഫ് HCl is equivalent to volume of Na2CO3 into normality of Na2CO3 whole divided by volume of HCl. So this is the equation. So എങ്ങനെയാണ് നോർമാലിറ്റി സോഡിയം കാർബണേറ്റ് കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് എവിടേക്ക് പോകാം? വെയിറ്റ് തന്നിട്ടുണ്ട്. സോ മാസ് ഓഫ് ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു 5.2 grams per liter. Then equivalent mass of sodium carbonate നമുക്ക് കണ്ടുപിടിക്കാം. That is equivalent to 53. Then normality of sodium carbonate നമ്മൾ ചെയ്ത് നോക്കണം. So that is equivalent to, that can be written as N of Na2CO3 normality of sodium carbonate നമുക്ക് കൊടുക്കാം. So that is equivalent to mass by equivalent mass, that is equivalent to 5.2 divided by 53. Then volume of HCl and volume of Na2CO3 രണ്ട് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസ് ആണ്, നമ്മൾ ഓൾറെഡി ടാബുലർ കോളത്തിൽ എൻട്രി ചെയ്തതാണ്. Volume of HCl can be written as VHCl and volume of sodium carbonate can be written as V of Na2CO3. Volume of HCl നമുക്ക് അറിയാം എത്രയാണ്, നമ്മൾ ചെയ്തതാണ് 19.5 ആണ്, 5 ml നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്തു. Then volume of sodium carbonate, that is the base, that is always 20 ml. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട നോർമാലിറ്റി ഓഫ് HCl ആണ്. സോ നോർമാലിറ്റി ഓഫ് HCl is equivalent to NHCl, that is equivalent to volume of Na2CO3 into normality of Na2CO3 whole divided by volume of HCl. We can substitute the values. Volume of Na2CO3 നമുക്കറിയാം, that is equivalent to 20 ml. This is equivalent to 20 ml into normality of Na2CO3, that is equivalent to 5.2 divided by 53 whole divided by volume of HCl, that is equivalent to 19.5 ml. So ഇവിടുത്തെ കാൽക്കുലേഷൻസ് എല്ലാം പഴയതുപോലെ തന്നെയാണ് വരുന്നത്. So mass of, if it is equivalent to X, then mass per liter of HCl, that can be calculated by taking X into equivalent mass of HCl. So that is equivalent to X into equivalent mass of HCl is equivalent to 36.5. Then mass of HCl in the whole of the given solution, that is equivalent to X into 36.5 divided by 10. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് വരുന്നത്. ദാറ്റ് മച്ച് ഗ്രാംസ്, നമുക്ക് ആൻസർ എത്രയാണോ അത്രയും ഗ്രാംസ് എന്ന് കൊടുക്കുക. ദെൻ നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് പോകാൻ നോർമാലിറ്റി ഓഫ് HCl എത്രയാണോ അത്രയും നോർമൽസ് എന്ന് കൊടുക്കുക. ദെൻ മാസ് പെർ ലിറ്റർ ഓഫ് HCl, ദാറ്റ് മച്ച് ഗ്രാംസ് പെർ ലിറ്റർ. ദെൻ മാസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൻ സൊല്യൂഷൻ, ദാറ്റ് മച്ച് ഗ്രാംസ്. അപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കതനുസരിച്ച് കാൽക്കുലേഷൻസ് ചെയ്യാം. നമുക്ക് ഒരൊറ്റ ഫോർമാറ്റേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.